Welcome to Mechanics for Degree Classes. രണ്ടൊന്ന് ചോദ്യങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ട്. ഫസ്റ്റ് വൺ, എ സർക്കുലർ ഡിസ്ക് ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ റോൾസ് ഡൗൺ an inclined plane of inclination theta without slipping. Find the acceleration of the disk. ഇത് ഡിസ്ക് ഈ പോയിന്റിൽ നിന്ന് ഇത് എക്സ് ഡിസ്റ്റൻസ് റോൾ ഡൗൺ ചെയ്ത് ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ബേസിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് തീറ്റ, ഇൻക്ലിനേഷൻ തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും തീറ്റയാണ്. എങ്കിൽ ഇതാണ് വെർട്ടിക്കലായിട്ട് ഇത് ഫോളോ ചെയ്ത ദൂരം. തീർച്ചയായിട്ടും എച്ച് മസ്റ്റ് ബി ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ. സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ഫോർ എച്ച് ഈക്വൽസ് എക്സ് സൈൻ തീറ്റ. ഇത് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ദറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് ഈക്വൽസ് കൈനറ്റിക് എനർജി ഗെയിൻഡ്. പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി ഇതിന് ഇവിടെ വരുമ്പം കൈനറ്റിക് എനർജി ആയിട്ട് മാറുമ്പോൾ നഷ്ടപ്പെട്ട പൊട്ടൻഷ്യൽ എനർജി എം ജി ഇൻറ്റു എച്ച് ഈക്വൽസ് റോൾ ഡൗൺ ചെയ്യുമ്പോൾ രണ്ട് കൈനറ്റിക് എനർജി ഉണ്ട്. ട്രാൻസ്ലേഷണൽ ഹാഫ് എം വി സ്ക്വയർ ആൻഡ് റൊട്ടേഷണൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ചുരുക്കത്തിൽ എം ജി എച്ച് ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. സർക്കുലർ ഡിസ്ക് ആയതുകൊണ്ട് ഐ ഈക്വൽസ് ഹാഫ് എം ആർ സ്ക്വയർ. ഒമേഗ ഈസ് വി ബൈ ആർ, റേഡിയസ് ഓഫ് ദി ഡിസ്ക്. എച്ചിൻ്റെ സ്ഥാനത്ത് എക്സ് സൈൻ തീറ്റ. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ജി ഇൻറ്റു എക്സ് സൈൻ തീറ്റ ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐ ഹാഫ് എം ആർ സ്ക്വയർ into omega x square is v square by r square, or mg x sin theta equals half mv square plus r square cancel plus 1 by 4 mv square, or this is 3 by 4 mv square, from which m cancel gx sin theta equals 3 by 4 v square, or v square equals 4 gx sin theta by 3. In velocity എന്ന് പറഞ്ഞാൽ dx by dt dx by dt, that is linear velocity. അപ്പോൾ v square is dx by dt the whole square equals 4 gx sin theta by 3. ഇനി ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു t. അപ്പോൾ നമുക്ക് കിട്ടും 2 dx by dt ഇൻറ്റു d സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് 4 by 3 g sin theta. അത്ര കോൺസ്റ്റൻസാണ്. പ്രത്യേക ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു dx by dt. രണ്ട് സൈഡിൽ നിന്നും 2 dx by dt അങ്ങ് ക്യാൻസൽ ചെയ്യും. പോയിട്ട് ആക്സിലറേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് 2 by 3 g sin theta. That is the answer here. ഇനി ഇതിൻ്റെ ജനറലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എ ബോഡി ഇന്ന ഷേപ്പ് എന്ന് പറയുന്നില്ല, റോൾ ചെയ്യാൻ പറ്റിയ ഒരു ബോഡി. അപ്പോൾ റെഗുലർ ഷേപ്പ് ആ സിലിണ്ടർ ആവാം, ഡിസ്ക് ആകാം, റിങ് ആകാം, ഹോളോ സിലിണ്ടർ ആകാം, സോളിഡ് സിലിണ്ടർ ആകാം, ഹോളോ സ്ഫിയർ ആകാം, സോളിഡ് സ്ഫിയർ ആകാം, റിങ് ആവാം, ഡിസ്ക് ആകാം, എന്ത് വേണേ ആകാം. അപ്പോൾ എ ബോഡി റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഫൈൻഡ് ദി ആക്സിലറേഷൻ. മുമ്പേ കണ്ട പോലെ എം ജി എക്സ് സൈൻ തീറ്റ ഈക്വൽസ് half mv square plus half I omega square. That is mg x sin theta equals half mv square plus half into, generalite പറയുമ്പോൾ I is mk square, where k is the radius of gyration, into omega is v by r, അപ്പോൾ v square by r square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ m അങ്ങ് ക്യാൻസൽ ചെയ്യും, പോയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2gx sin theta equals v square into 1 plus k square by r square, or v square equals 2gx sin theta by 1 plus k square by r square. This is dx by dt the whole square. V is
dx by dt. So dx by dt the whole square equals 2gx sin theta by 1 plus k square by r square. മുമ്പത്തെ കൂട്ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. സോ യു ഗെറ്റ് 2dx by dt into d square x by dt square equals 2g sin theta by 1 plus k square by r square. There is a constant into dx by dt. ഇവിടുന്ന് 2 ക്യാൻസൽ ചെയ്യും, dx by dt ക്യാൻസൽ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ d square x by dt square equals g sin theta by 1 plus k square by r square. അപ്പോൾ സാധാരണ പ്രോബ്ലം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഓർത്തിരുന്ന് നേരിട്ടങ്ങ് ഉപയോഗിക്കാം. Another one. A solid sphere of radius 2 cm and mass 0.1 kilogram rolls down an inclined plane 1 in 10. 1 in 10. Find the velocity and total energy of the sphere 2 seconds after its start from rest. Take g, acceleration due to gravity, g equals 10 meter per second square. That's all. The inclined plane inclination 1 in 10 എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പ്ലെയിനിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാൽ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് 1 മീറ്റർ ഉയരത്തിലെത്തി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുന്ന് ഇത് 1 എങ്കിൽ ഇത് 10. ഇപ്പോൾ 1 in 49 എന്ന് പറയുമ്പോൾ ഇത് 1, ഇത് 49 ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടുന്ന് സൈൻ തീറ്റ ഈസ് 1/10. ഇത് നമ്മൾ മുമ്പേ കണ്ടു. റോൾ ഡൗൺ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ എ ഈക്വൽ ജി സൈൻ തീറ്റ ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇതിൽ കെ വെച്ച് പറയുമ്പോൾ സ്ഫിയറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എം കെ സ്ക്വയർ സ്ഫിയർ ആയതുകൊണ്ട് ഓൻ്റെ ഫിനിഷ് 2/5 mr സ്ക്വയർ. ഇവിടുന്ന് കെ സ്ക്വയർ ഈസ് ക്യാൻസൽ ചെയ്യും 2/5 ഇൻറ്റു ആർ സ്ക്വയർ. സോ എ ഈക്വൽസ് ജി 10 ഇൻറ്റു സൈൻ തീറ്റ 1/10 divided by 1 plus k square 2/5 r square by r square, or that is 1/1 plus 2/5 or 5/7 meter per second square. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ഇനി 2 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വെലോസിറ്റി v ഈക്വൽസ് u പ്ലസ് എ ടി. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ u ഈസ് 0 പ്ലസ് a ഈസ് 5/7 into t is 2. That is 10/7 meter per second. The energy, total energy is half mv square plus half I omega square. That is half mv square plus half into I is 2/5 mr square into omega square is v square by r square equals half mv square plus 1/5 mv square r square cancel in 2 cancel in. That is 7/10 mv square. That's total energy. In your values and substitute here. That is 7/10 into m is 0.1 into v is 10 secondary remote velocity 10/7 the whole square. Answer is 1/7 joule. ഇടയ്ക്കിടയ്ക്ക് തിയററ്റിക്കൽ പാർട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു.